എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സോളിനോയിഡ് കോയിൽ എങ്ങനെ വിൻഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ്: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഒരു സോളിനോയിഡ് കോയിൽ വിൻഡ് ചെയ്യുക, വൈദ്യുത പ്രവാഹത്തിന്റെ കാന്തിക പ്രഭാവം നിർണ്ണയിക്കുക. നമുക്ക് സോളിനോയിഡ് കോയിലിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരു നിയന്ത്രിത കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്ന ഒരു ഹെലിക്കൽ വയറിനാൽ രൂപപ്പെടുന്ന ഒരുതരം വൈദ്യുത കാന്തമാണ് സോളിനോയിഡ്. ഒരു വൈദ്യുത പ്രവാഹം കടന്നുപോകുമ്പോൾ കോയിലിന് ഒരു ഏകീകൃത കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കാൻ കഴിയും. എല്ലാ വയറുകളും അവയിലൂടെ വൈദ്യുതി കടന്നുപോകുമ്പോൾ ദുർബലമായ കാന്തിക ക്ഷേത്രമുണ്ടാക്കുന്നു. ഈ പ്രോപ്പർട്ടി വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായ കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നതിനും ഒരു സോളിനോയിഡ് കോയിലിനുള്ള വയറുകൾ ഒരു കോയിലിലേക്ക് മുറിക്കുന്നു. കോയിലിൽ പ്രചോദിപ്പിക്കപ്പെടുന്ന കാന്തിക ക്ഷേത്രത്തിന്റെ അളവ് തിരിവുകളുടെ എണ്ണത്തെയും കോയിലിൽ ഒഴുകുന്ന വൈദ്യുതധാരയെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു വൈദ്യുത കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്നതിന് സാധാരണയായി മൃദുവായ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കമ്പിൽ ദൃഢമായി പൊതിഞ്ഞ വയർ ഉപയോഗിക്കുന്ന ഒരു സാധാരണ വൈദ്യുത ഘടകമാണ് സോളിനോയിഡുകൾ. സോളിനോയിഡ് കോയിൽ ഉൽപാദന യന്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഓട്ടോമേറ്റഡ് ഉപകരണങ്ങളുടെ വിവിധ രൂപങ്ങൾ എന്നിവയിൽ കാണാവുന്ന വളരെ വൈവിധ്യമാർന്ന ഉപകരണമാണ് സോളിനോയിഡ് കോയിലുകൾ. ലീനിയർ മോഷൻ നൽകുന്നതിന് വൈദ്യുതോർജ്ജത്തെ മെക്കാനിക്കൽ ഊർജ്ജമാക്കി മാറ്റുക എന്നതാണ് സോളിനോയിഡ് കോയിലിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഒരു സോളിനോയിഡ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ തരം വയറാണ് കോപ്പർ വയർ. മറ്റു തരത്തിലുള്ള വയർ ലഭ്യമാണ്, എന്നാൽ അവയ്ക്കൊന്നും ചെമ്പിന്റെ അതേ ചാലകതയും വഴക്കവുമില്ല. ഒരു സോളിനോയിഡ് കോയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് ലളിതമായ വിശദീകരണം ഇതാ. വയർ കോയിൽ: ഒരു സോളിനോയിഡ് കോയിൽ സാധാരണയായി നീളമുള്ളതും നേർത്തതുമായ വയർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഒന്നിലധികം ലൂപ്പുകളിലോ ടേൺസിലോ വൈൻഡ് ചെയ്യുന്നു. കോയിലിന് കൂടുതൽ തിരിവുകൾ ഉണ്ടാകുമ്പോൾ അത് സൃഷ്ടിക്കാൻ കഴിയുന്ന കാന്തിക ക്ഷേത്രം ശക്തമാണ്. വൈദ്യുത പ്രവാഹം: വയർ കോയിലിലൂടെ ഒരു വൈദ്യുത പ്രവാഹം പ്രവഹിക്കുമ്പോൾ കോയിലിലുടനീളം ഉപയോഗിക്കുന്ന വോൾട്ടേജിന്റെ പ്രതികരണമായി വയറിനുള്ളിലെ ഇലക്ട്രോണുകൾ നീങ്ങാൻ തുടങ്ങുന്നു. ഇലക്ട്രോണുകളുടെ ഈ ചലനം കോയിലിന് ചുറ്റും ഒരു കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നു. ഇത് കോയിലിന്റെ അച്ചുതണ്ടുമായി വിന്യസിക്കുന്നു. കാന്തിക ക്ഷേത്രം: കോയിലിലൂടെ കറങ്ങുന്ന വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്ന കാന്തിക ക്ഷേത്രം ഒരു ബാർ മാഗ്നറ്റ് സൃഷ്ടിക്കുന്ന ഫീൽഡിന് സമാനമാണ്. കോയിലിന്റെ ഒരറ്റത്ത് നിന്ന് ഫീൽഡ് ലൈനുകൾ പുറത്തുവരുന്നു. മറുവശത്ത് കോയിലിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിന് ചുറ്റും വളയുന്നു. ആകർഷിക്കുന്ന വസ്തുക്കൾ: സോളിനോയിഡ് കോയിൽ സൃഷ്ടിക്കുന്ന കാന്തിക ക്ഷേത്രത്തിന് ഇരുമ്പ് അല്ലെങ്കിൽ ഉരുക്ക് പോലുള്ള കാന്തിക വസ്തുക്കളാൽ നിർമ്മിച്ച വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയും. ഈ ആകർഷണം സംഭവിക്കുന്നത് കോയിലിൽ നിന്നുള്ള കാന്തിക ക്ഷേത്ര രേഖകൾ ഈ മെറ്റീരിയലുകൾക്കുള്ളിലെ കാന്തിക ഡൊമെയ്നുകളുമായി ഇടപഴകുകയും അവയെ വിന്യസിക്കുകയും മൊത്തത്തിലുള്ള ആകർഷക ശക്തി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഉപയോഗങ്ങൾ: വിവിധ ആപ്ലിക്കേഷനുകളിൽ സോളിനോയിഡ് കോയിലുകൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വൈദ്യുത കാന്തത്തിനെ ഒരു കാന്തിക പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച ഒരു കമ്പിൽ പൊതിഞ്ഞ ഒരു സോളിനോയിഡ് കോയിലിന് അതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ശക്തമായ കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കാൻ കഴിയും. ക്രെയിനുകളിലും ഡോർ ലോക്കുകളിലും MRI മെഷീനുകളിലും മറ്റും ഈ വൈദ്യുത കാന്തികം ഉപയോഗിക്കാം. സോളിനോയിഡ് കോയിലുകൾ വാൽവുകളിലും റിലേകളിലും അവ സൃഷ്ടിക്കുന്ന കാന്തിക ശക്തികളെ അടിസ്ഥാനമാക്കി ദ്രവത്തിൻ്റെയോ വൈദ്യുതിയുടെയോ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കാം. ഒരു സോളിനോയിഡ് കോയിൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലെ ഉപകരണങ്ങളും മെറ്റീരിയലുകളും ക്രമീകരിക്കുക. 22 SWG ഉള്ള സൂപ്പർ ഇനാമൽ ചെമ്പ് വയർ 1 കിലോ. വൃത്താകൃതിയിലുള്ള പ്ലാസ്റ്റിക് ബോബിൻ 1 എണ്ണം. ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ 1 എണ്ണം. 3 mm ഡ്രിൽ ബിറ്റ് 1 എണ്ണം. സ്ഥിരകാന്തം ആവശ്യത്തിന്. 12 വോൾട്ട് ബാറ്ററി 1 എണ്ണം എന്ന നിലയിൽ സ്ഥിരമായ കാന്തം. ഇലക്ട്രീഷ്യൻ കത്തി 1 എണ്ണം. മൾട്ടിമീറ്റർ 1 എണ്ണം. ഘട്ടം 2:
ബോബിനുകളുടെ വശത്ത് 3 മില്ലിമീറ്ററിന് 2 ദ്വാരങ്ങൾ ഉണ്ടാക്കുക. ഘട്ടം 3. ഇനാമൽ ചെയ്ത ചെമ്പ് വയർ ഉപയോഗിച്ച് ബോബിൻ ചുറ്റാൻ തുടങ്ങുക. ഘട്ടം 4. ബോബിനുകളിലുടനീളം കോയിലിൽ തുല്യമായി പൊതിയുക. ഘട്ടം 5. 200 തിരിവുകളിൽ വയർ മടക്കി ആദ്യം ഡ്രിൽ ചെയ്ത ദ്വാരത്തിൽ തിരുകിക്കൊണ്ട് ടാപ്പിംഗ് എടുക്കുക. ഘട്ടം 6. 400-ൽ വീണ്ടും തിരിഞ്ഞ് രണ്ടാമത്തെ ദ്വാരത്തിൽ ടാപ്പ് ചെയ്യുക. ഘട്ടം 7. 600 തിരിവുകൾക്ക് ശേഷം പൊതിയുന്നത് നിർത്തി വയർ മുറിക്കുക. ഘട്ടം 8. വയറുകളുടെ അറ്റത്തും ടാപ്പിങ്ങിലും 1 ഇഞ്ച് ഇൻസുലേഷൻ നീക്കം ചെയ്യുക. ഘട്ടം 9. മൾട്ടിമീറ്റർ എടുത്ത് അത് കണ്ടിന്യൂറ്റി മോഡിൽ സജ്ജമാക്കുക. തുടർന്ന് കോയിലിന്റെ അറ്റത്ത് പ്രോബുകൾ സ്ഥാപിച്ച് കോയിൽ പരിശോധിക്കുക. ഒരു സോളിനോയിഡിലെ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നുകൾ, ഇരുമ്പ് കഷ്ണങ്ങൾ, ചെറിയ കാന്തിക കഷ്ണങ്ങൾ എന്നിങ്ങനെ കാന്തിക ഗുണങ്ങളുള്ള കണങ്ങളെ സോളിനോയിഡ് കോയിലിന് ചുറ്റും പരത്തുക. 12 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകൾ 200 തിരിവുകൾ ഉണ്ടാക്കുന്ന സോളിനോയിഡ് കോയിലിന്റെ ആദ്യ 2 ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുക. കോയിൽ ആകർഷിക്കപ്പെടുന്ന കണങ്ങളുടെ ചലനം നിരീക്ഷിക്കുക. ഇപ്പോൾ ബാറ്ററി ടെർമിനലുകളെ 400 തിരിവുകൾക്കായി കോയിലുകളുമായി ബന്ധിപ്പിച്ച് ശക്തമായ കാന്തിക ക്ഷേത്രം കാരണം കണങ്ങളെ കോയിലിൽ കൂടുതൽ ശക്തമായി ആകർഷിക്കുന്നത് നിരീക്ഷിക്കുക. ഇപ്പോൾ ബാറ്ററി ടെർമിനലുകളെ 600 തിരിവുകൾക്കായി കോയിലുകളുമായി ബന്ധിപ്പിക്കുകയും 200-ലധികം തിരിവുകളിൽ കണങ്ങളെ കോയിലിൽ ആകർഷിക്കുന്നത് നിരീക്ഷിക്കുകയും ചെയ്യുക. അതിനാൽ കൂടുതൽ തിരിവുകൾ ശക്തമായ കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കും. സോളിനോയിഡിലെ നിലവിലെ പ്രവാഹം നിയന്ത്രിച്ച് കാന്തിക മണ്ഡലം നിയന്ത്രിക്കുന്നതിന് ബാറ്ററിക്ക് പകരം നിങ്ങൾക്ക് വേരിയബിൾ DC പവർ സപ്ലൈയും ഉപയോഗിക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു സോളിനോയിഡ് വിൻഡ് ചെയ്യാനും കോയിലിൽ വികസിപ്പിച്ച കാന്തിക ശക്തി പരിശോധിക്കാനും കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ ദിവസമുണ്ട്.